നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഡോക്ടർ ഹാരിസ് ആണ് ആരോഗ്യ കേരളത്തിന്റെ ഹീറോ. വെളിപ്പെടുത്തലിൽ അടിമുടിയുലഞ്ഞ ആരോഗ്യ വകുപ്പ്. കാണാമറയത്തായിരുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ നിറയുന്നു. ഡോക്ടർമാരുടെ ദിനത്തിൽ സംസ്ഥാനമൊട്ടുക്കും മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധ സാഗരം തീർത്ത് കോൺഗ്രസ്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിലും പ്രതിഷേധ ജ്വാല പ്രകടനം. പൊതുസമ്മേളനം. ഇടതു സർക്കാർ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയതായി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത് കേരളത്തിൽ എത്ര മൂടിവെച്ചാലും ജനദ്രോഹം ജനങ്ങൾ കാണുന്നുണ്ടെന്നും മുൻ MP. അക്കാദമിക് കേരളത്തിന്റെ നെറുകയിലേക്ക് മികവിന്റെ ഒരുപാട് കയ്യൊപ്പുകളുമായി പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂൾ. മാലിന്യത്തിന്റെ അളവ് കുറച്ച ഹരിത വിദ്യാലയ പട്ടികയിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം. മികവിന്റെ കേന്ദ്രത്തിന് വടക്കാഞ്ചേരി നഗരസഭയുടെ സമാദരണം. 5 kV സോളാർ പ്ലാന്റും ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കും സ്കൂളിന് സ്വന്തം. സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു നൽകിയത് പൂർവ്വ വിദ്യാർത്ഥി വെങ്കിട്ടകൃഷ്ണൻ. ആധുനിക ടോയ്ലറ്റ് നിർമ്മിച്ചത് പാർലിക്കാട് ഗ്രാനൈറ്റിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച്. കുട്ടികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. ഉദ്ഘാടകൻ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. വടക്കാഞ്ചേരി പോലീസ് ഒന്നുണർന്നു പ്രവർത്തിക്കുമോ? ഓഫീസർമാർ അറിയണം. വാഴാനി ഡാമിൽ നിന്ന് മോഷ്ടാക്കൾ കവർന്ന ഹരിജൻ ഗിരിജൻ ഫിഷറീസ് സംഘത്തിന്റെ മത്സ്യബന്ധന വല തിരിച്ചു ലഭിച്ചാൽ നിരവധി കുടുംബങ്ങളുടെ പട്ടിണി മാറും. അതീവ സുരക്ഷാ മേഖലയായ ഡാം ജലാശയ പരിസരത്ത് നിന്ന് വല മോഷണം പോയത് കഴിഞ്ഞ മാസം 15-ന്. അന്നു മുതൽ സ്തംഭിച്ച മത്സ്യബന്ധനം മൂലം കുടുംബങ്ങൾ പട്ടിണിയിൽ. ഇന്ത്യൻ റെയിൽവേക്ക് വടക്കാഞ്ചേരി അകമല സമ്മാനിക്കുന്നത് വലിയ പാഠം. സുരക്ഷയ്ക്ക് നൽകിയ വിട്ടുവീഴ്ചയിൽ വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. കുറാഞ്ചേരിയിൽ റെയിൽവേ ഒരുക്കുന്നത് പഴുതടച്ച സുരക്ഷ. ഒരു കല്ലുപോലും റെയിൽ പാളത്തിൽ വീഴാതിരിക്കാൻ ഉരുക്കുവല തീർക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിൽ. അതിസാഹസികമായി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ജനങ്ങളുടെ ജീവൻ തുലാസിലാക്കി സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. ഇരുചക്ര വാഹന യാത്രികർ നേരിടുന്നത് കനത്ത വെല്ലുവിളി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം മരണപ്പാച്ചിൽ നടത്തിയെത്തിയ ബസ്സിന് മുന്നിൽ നിന്ന് ഇരുചക്ര വാഹന യാത്രികയായ യുവതിയും ഭിന്നശേഷിക്കാരനായ ലോട്ടറി തൊഴിലാളിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മരണവ്യാപാരികളായ ഒരു വിഭാഗം ബസ് തൊഴിലാളികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ജനങ്ങൾ. അത്താണി കെൽട്രോൺ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കെൽട്രോണും സീമെറ്റും സംയുക്തമായി ആരംഭിക്കുന്ന സെൻസർ മാനുഫാക്ചറിംഗ് കോമൺ ഫെസിലിറ്റി സെന്റർ പ്രവർത്തനം വേഗത്തിലാക്കുമെന്ന് മന്ത്രി P. രാജീവ്. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ലിക്വിഡേഷൻ നടപടികൾ അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്നും പ്രഖ്യാപനം. സീമെറ്റ് സന്ദർശിച്ച മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി. മന്ത്രിക്കൊപ്പം സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യും. ഇൻകാസ് ഷാർജ തൃശൂർ ജില്ലാ കമ്മിറ്റി ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉത്സവ നിറവിൽ ആഘോഷരാവ്. മാപ്പിളപ്പാട്ടിന്റെ സുന്ദര ശീലുകളിൽ നിറഞ്ഞ ഉദ്ഘാടന വേദി. നൌഷാദ് റാവുത്തർ ജേതാവ്. എലിയാസ് ദേവനന്ദ 2ഉം 3ഉം ജേതാക്കൾ. ജില്ലാ പ്രസിഡന്റ് വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് സ്വദേശി ഷാൻഡി തോമസ്. കാലവർഷക്കുളിരിൽ ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിന് സുഖചികിത്സാകാലം. ഹസ്ത്യായുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ഭക്ഷണക്കൂട്ട സുഖചികിത്സാ കാല സ്പെഷ്യൽ. ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും തേച്ചുകുളിയും 1 മാസക്കാലം. മന്ത്രി K. രാജൻ ആദ്യ ഉരുള ആനവായിൽ നൽകി ഉദ്ഘാടനം ചെയ്തു.
പെൻഷനർമാരെ അവഗണിക്കുന്ന പിന്തിരിപ്പൻ നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന ആരോപണം. ആനുകൂല്യങ്ങൾ നൽകാതെ ദ്രോഹിക്കുന്നതിനെതിരെ പ്രതിഷേധം. കരിദിനം ആചരിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ട്രഷറിക്ക് മുന്നിൽ പ്രകടനം, പൊതുസമ്മേളനം. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഗായകനുമായ യുവാവിനെ തൃശൂരിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാറ്റഞ്ഞൂർ സ്വദേശി കല്ലാറ്റ് വീട്ടിൽ 41-കാരൻ അനൂപിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകനോടൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 46-കാരി മരണമടഞ്ഞു. കട്ടിലപ്പുവം മേലിലും സ്വദേശി മേരിയാണ് ദുരന്തത്തിനിരയായത്.